വെട്ടിലായി ആരോഗ്യരംഗം ഇനിയും ആവർത്തിക്കുമോ പ്രൊഫഷണൽ സൂയിസൈഡ്? ആരോഗ്യരംഗത്തെ അനാസ്ഥകൾ ഒന്നൊന്നായി പുറത്തു വരുന്ന ദിനങ്ങളാണിത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റും പിന്നാലെയുണ്ടായ വിവാദങ്ങളും, അതിനുശേഷം വീണ്ടും ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവും ഒരു സത്യം വിളിച്ചോതലാണ്. പ്രതിഷേധങ്ങൾ അലയടിക്കുമ്പോൾ ആരോഗ്യ മേഖലയിലെ അനാസ്ഥകളെ ഇനിയും കണ്ടില്ല എന്ന് വെക്കാൻ ആകില്ല. കാലാകാലം മൂടിവെക്കാൻ പറ്റുന്ന ഒന്നല്ല സത്യം. അത്രയ്ക്ക് വലുതാണ് അതിന്റെ സമ്മർദ്ദം. ആരുടെയെങ്കിലും എന്തെങ്കിലും പഴുതിലൂടെയെങ്കിലും അബദ്ധത്തിൽ മൂലമെങ്കിലും അത് പുറത്തു വരിക തന്നെ ചെയ്യും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ ക്ഷാമം കാരണം രോഗികൾ കുറെ കാലമായി അനുഭവിക്കുന്ന ദുരിതം പുറത്തു വന്നത് അവിടുത്തെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. അടിയന്തര ശസ്ത്രക്രിയകൾ നടത്താൻ രോഗികളിൽ നിന്ന് പോലും പിരിവെടുക്കേണ്ടി വരുന്നു എന്ന സത്യം ഡോക്ടറിൽ നിന്നും തന്നെ വെളിപ്പെട്ടത് സർക്കാരിന് ചെറിയ നാണക്കേടൊന്നുമല്ല ഉണ്ടാക്കിയത്. നടപടി വന്നേക്കുമെന്ന് കരുതിക്കൊണ്ട് തന്നെയുള്ള പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നു തന്റേതെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന് സംസ്ഥാനത്ത് സർക്കാർ മേഖലയിലുള്ള മുഴുവൻ ആശുപത്രികളിലെയും ഡോക്ടർമാർ ജോലിയുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്ന സമ്മർദ്ദത്തിന്റെ ആഴം തന്നെയുണ്ട്. സത്യം പറയുന്നവരെയൊക്കെ പിന്തുടർന്ന് വേട്ടയാടിയ ചരിത്രം മാത്രമേ ഉള്ളൂ. കാരണം അത് വാസ്തവത്തിന്റെ വികൃത മുഖം വെളിപ്പെടുത്തുന്നതാണ് എന്നത് തന്നെയാണ് കാരണം. രോഗികൾക്കായി ശബ്ദിച്ച ഡോക്ടർ ഹാരിസിനെതിരെ അധികൃതരിൽ നിന്നും ഭരണമുന്നണി നേതാക്കളിൽ നിന്നും സംഘടിതമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ആരോഗ്യ മേഖലയ്ക്ക് ബഡ്ജറ്റിൽ അനുവദിക്കുന്ന തുക പോലും പിന്നീട് വെട്ടിക്കുറയ്ക്കുന്നുവെന്നും ബാക്കിയുള്ളത് തന്നെ സമയത്ത് കിട്ടുന്നില്ല എന്നും അത്യാവശ്യ ഉപകരണങ്ങൾ പോലും വാങ്ങി വെക്കുന്നില്ല എന്നുമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ചുരുക്കം. അത് വിവാദമായതിന് പിറ്റേന്ന് രാവിലെ തന്നെ യൂറോളജി വിഭാഗത്തിലേക്കുള്ള ശസ്ത്രക്രിയ ഉപകരണങ്ങൾ ഹൈദരാബാദിൽ നിന്നും വിമാനത്തിലെത്തി. മുടങ്ങിക്കിടന്ന ശസ്ത്രക്രിയകൾ പുനരാരംഭിക്കുകയും ചെയ്തു. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടെ സത്യം വിളിച്ചു പറഞ്ഞ പ്രൊഫഷണൽ സൂയിസൈഡ് നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ എന്നുണ്ടോ? സർക്കാർ ആശുപത്രികളിലെ ഉപകരണക്ഷാമത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലും കുറ്റപ്പെടുത്തലും സമരവും രാഷ്ട്രീയ കോലാഹലങ്ങളും അതിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്നലെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്കിനോട് ചേർന്ന് 68 വർഷത്തോളം പഴക്കമുള്ള കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് അവിടുത്തെ ശുചിമുറി ഉപയോഗിക്കുകയായിരുന്ന ഒരു സ്ത്രീ മരണമടഞ്ഞത്. മകളെ ശസ്ത്രക്രിയയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് കൂട്ടിരിക്കുകയായിരുന്നു അമ്മ. തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു എന്ന 52-കാരിക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. കൂമ്പാരമായി വീണ കെട്ടിടാവശ്യങ്ങൾക്കിടയിൽ നിന്നും ബിന്ദുവിന്റെ ശരീരം പുറത്തെടുക്കാൻ തന്നെ 2.5 മണിക്കൂറോളം വേണ്ടി വന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗികളെ കിടത്താൻ പണ്ട് ഉപയോഗിച്ചിരുന്ന കെട്ടിടം നിലവിൽ ഉപയോഗിക്കുന്നില്ല എന്നായിരുന്നു മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. പക്ഷേ ടോയ്ലറ്റ് ബ്ലോക്ക് ഉപയോഗത്തിലുണ്ടായിരുന്നു എന്നതിന് തെളിവല്ലേ ഇന്നലത്തെ ദുരന്തം? രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും എന്തെങ്കിലും ആവശ്യത്തിനൊരു സ്ഥലം തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടം ഉപയോഗത്തിലുണ്ടായിരുന്നു എന്ന് തന്നെയല്ലേ അർത്ഥം? 6 ദശകം മുൻപ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ആരംഭിച്ചപ്പോഴത്തെ ആദ്യ കെട്ടിടങ്ങളിലൊന്നിന്റെ ഭാഗമാണ് ഇപ്പോൾ തകർന്നു വീണത്. കെട്ടിടം ഉപയോഗയോഗ്യമല്ലെന്ന് സുരക്ഷാ വിഭാഗം റിപ്പോർട്ട് നൽകിയിട്ട് തന്നെ 12 വർഷം കഴിഞ്ഞു. രോഗികളും കൂട്ടിരിപ്പുകാരും ഡോക്ടർമാരും ജീവനക്കാരും സന്ദർശകരുമൊക്കെയുമായി ദിവസവും ആയിരക്കണക്കിന് പേർ വന്നു പോകുന്ന സ്ഥലത്ത് ജീർണിച്ച് അപകടാവസ്ഥയിലായ ഒരു കെട്ടിട സമുച്ചയം ഉയർത്തുന്ന സുരക്ഷാ ഭീഷണി അധികൃതർ അവഗണിച്ചു എന്നത് തന്നെ കുറ്റകരമായ അനാസ്ഥയാണ്. ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് തീർച്ചയായപ്പോൾ തന്നെ പഴഞ്ചൻ കെട്ടിടം പൊളിച്ചു നീക്കേണ്ടതായിരുന്നു. ഇത്തരത്തിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ നിലം പൊത്താനൊരുങ്ങി ഇത്തരം എത്രയോ ജാമ്പുവാൻ കെട്ടിടങ്ങൾ നമ്മുടെ ആശുപത്രികളിൽ നിൽപ്പുണ്ട്. ചികിത്സയുടെ സുരക്ഷ പോലെ പ്രധാനമാണിതും. ആശുപത്രികളുടെ കെട്ടിട സുരക്ഷയും ഏറ്റവും അത്യാവശ്യമായി മാറിയിരിക്കുന്നു. അത്തരം ഓഡിറ്റിന് ഉത്തരവിടാനും ഇനിയൊരാളുടെ പ്രൊഫഷണൽ സൂയിസൈഡ് വേണ്ടി വരരുത്.